ഇനി അടുത്ത് നമ്മൾ മിക്സഡിമ കോമ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് പറയുന്നത്. ഹലോ. അപ്പം നേരത്തെ നമ്മൾ മിക്സഡിമ എന്തോന്ന് പറഞ്ഞു. പക്ഷെ അത് തന്നെ ഈ മിക്സഡിമ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്ട്രീം ഫീച്ചർ ആണ് കേട്ടോ. ഹൈപ്പോതൈറോയിഡിസത്തിന്റെ എക്സ്ട്രീമിറ്റീസിലൊക്കെ വരുമ്പോൾ അത് ഭയങ്കരമായിട്ട് ഫോള് വരുമ്പോഴാണ് നമ്മൾ മിക്സഡിമയൊക്കെ പ്രസന്റേഷൻ ആയിട്ട് വരുന്നത്. എഴുതിയേക്കുന്നത് വായിച്ചു നോക്ക്. പ്രൈമർലി എ ക്ലിനിക്കൽ ഡയഗ്നോസിസ് വിത്ത് ഫീച്ചേഴ്സ് ഓഫ് അൺകോംപ്ലിക്കേറ്റഡ് ഹൈപ്പോതൈറോയിഡിസം ബട്ട് മോർ എക്സാഗ്രേറ്റഡ് ആണ് മിക്സഡിമ കോമ എന്ന് പറയുന്നത്. മിക്സഡിമ കോമ നമുക്കൊരു ഷോർട്ട് നോട്ടാണ്. ഓക്കെ, ഇത് സിവിയർ ഹൈപ്പോതൈറോയിഡിസം ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ തൈറോയിഡ് എന്ന് പറയുന്നത് GAG-നെ ബ്രേക്ക് ഡൗണിന് ഹെൽപ്പ് ചെയ്യുന്ന, ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസിനെ ബ്രേക്ക് ഡൗണിന് ഹെൽപ്പ് ചെയ്യുന്ന. അപ്പൊ അവിടെ ബ്രേക്ക് ഡൗൺ നടക്കാതെ ഇപ്പൊ ഹൈപ്പോതൈറോയിഡിസം വരുമ്പോ എന്താ, തൈറോയിഡ് ഇല്ല, അപ്പൊ ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസ് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആരുമില്ല. അത് എഴുതണോ? ഓക്കെ, അപ്പൊ ഗ്ലൈക്കോസാമിനോഗ്ലൈക്കൻസിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ ആരുമില്ല. അപ്പൊ GAG കൂടുമ്പോൾ എന്ത് പറ്റും, അത് വാട്ടറിനെ അബ്സോർബ് ചെയ്ത് അങ്ങനെയാണ് നോൺ ഫിറ്റിംഗ് എഡിമയൊക്കെ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇതെന്ത് ചെയ്യും, ഇത് എല്ലായിടത്തും പോയി അക്യുമുലേറ്റ് ചെയ്ത് ഫുൾ തിക്കൺ മുഖം നോക്കിക്കേ, പേഷ്യന്റിനെ ഫുൾ വലുതായിരിക്കും, വീർത്തിരിക്കും. ഓക്കെ, സോ തിക്കനിങ് ഓഫ് ഫേഷ്യൽ ഫീച്ചേഴ്സ് ആൻഡ് ഡൗവി ഇൻഡ്യൂറേഷൻ ഓഫ് സ്കിൻ ഒക്കെ ഉണ്ടാവുന്നതാണ് പറയുന്നത്. ഇത് മെയിൻ ആയിട്ട് കാണുന്നത് എൽഡർലി പേഷ്യൻസിലാണ്. ഫീമെയിൽസ് ആണ് അറ്റ് റിസ്ക്. എൽഡർലി പേഷ്യൻസിലാണ് കാണുന്നത്. ഈ ഹൈപ്പോതൈറോയിഡിന്റെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് കാണാൻ പറ്റും. പിന്നെ അലോങ് വിത്ത് ദാറ്റ് ഹൈപ്പോടെൻഷൻ, ബ്രാഡികാർഡിയ, ഹൈപ്പോ വെന്റിലേഷൻ, ഹൈപ്പോ റിഫ്ലക്സിയ, ഹൈപ്പോതേർമിയ ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ ഈ പേഷ്യന്റ് ന്യൂറോ സൈക്യാട്രിക് മാനിഫെസ്റ്റേഷൻസ് കാണും. അതായത് സൈക്കോസിസ്, ഡെല്യൂഷൻ, ഹാലൂസിനേഷൻ ഒക്കെ കാണും. അപ്പൊ ആ ഒരു സ്റ്റേജിലോട്ട് എത്തിയാൽ നമ്മൾ പറയും മിക്സഡിമ മാഡ്നസ് എന്ന്. ഓക്കെ, അപ്പൊ ആദ്യം ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും, അതിനുശേഷം ഇങ്ങനെ സൈക്യാട്രിക് പ്രോബ്ലംസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ആ ഒരു കണ്ടീഷനാണ് മിക്സഡിമ മാഡ്നസ്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേജിലാണ് പേഷ്യന്റിന് കോൺഷ്യസ്നെസ് പോവും, പേഷ്യന്റിന് കൺവൾഷൻസ് വരും. അതാണ് മിക്സഡിമ കോമ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു പ്രോഗ്രസീവ് ആണ് എന്ന് വെച്ചാൽ ആദ്യം ഹൈപ്പോതൈറോയിഡിസം വരും, പിന്നെ അത് മിക്സഡിമ മാഡ്നസ് വരും പേഷ്യന്റിന്, പിന്നെ മിക്സഡിമ കോമ വരും. അങ്ങനെയാണ് ഈ ഇതിനകത്തെല്ലാം എഴുതിയിട്ടുണ്ട്. അതായത് എന്തുവാ, കുറച്ച് പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, ലൈക്ക് ഇൻഫെക്ഷൻ, കോൾഡ് എക്സ്പോഷർ. ഓൾറെഡി നമ്മളിപ്പോ ഹൈപ്പോതൈറോയിഡിസം വന്നൊരു പേഷ്യന്റ് നമ്മൾ പറഞ്ഞൊരു ഫീച്ചർ ആണ് കോൾഡ് ഇൻടോളറൻസ്. അവർക്ക് കോൾഡ് താങ്ങാൻ പറ്റത്തില്ല അല്ലെ. നമ്മൾ കോൾഡ് എക്സ്പോഷർ ചെയ്ത് എന്ത് ചെയ്യും, കുറച്ചുകൂടെ ക്രിട്ടിക്കൽ ആവും കണ്ടീഷൻ. അതുപോലെ സ്ട്രോക്ക്, പിന്നെ വീണ്ടും അവർ മെഡിസിൻ എടുക്കുവാണ്. ഓൾറെഡി അമിയോഡറോൺ ലിഥിയം കാരണം തൈറോയിഡ് ലെവൽ കുറഞ്ഞു, എന്നിട്ട് അവർ അത് തിരിച്ചറിയാണ്ട് വീണ്ടും എടുത്തോണ്ടിരുന്ന എന്ത് പറ്റും, കോംപ്ലിക്കേറ്റഡ് ആവും കണ്ടീഷൻസ് അല്ലേ. അങ്ങനെ കുറെ പ്രസിപ്പിറ്റേറ്റിംഗ് ഫാക്ടേഴ്സ് കാരണമാണ് മിക്സഡിമ കോമ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോ ഇതിനകത്ത് ഹൈപ്പോതൈറോയിഡിന്റെ എല്ലാ ഫീച്ചേഴ്സും കാണും. അതാണ് നേരത്തെ നമ്മൾ കണ്ട എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്തും പറയുന്നുണ്ട്. തിന്നിങ് ഹെയർ, ഹെയർ ലോസ്, പഫി ഫേസ്, ലോസ് ഓഫ് ഐബ്രോ ഹെയർ, എൻലാസ് തൈറോയിഡ് എഴുതണ്ട, അത് കാരണം തൈറോയിഡ് കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ ഇതൊക്കെ വരും. പിന്നെ ബ്രാഡികാർഡിയ, പിന്നെ മിക്സഡിമ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നോൺ ഫിറ്റിംഗ് എഡിമ ഓഫ് ദ സ്കിൻ ആണ്. പിന്നെ പുവർ എപ്പറ്റൈറ്റ്, കോൺസ്റ്റിപ്പേഷൻ, ഇൻഫെർട്ടിലിറ്റി, ഹെവി മെൻസ്ട്രേഷൻ, കാർപ്പൽ ടണൽ സിൻഡ്രോം, ഹൈപ്പോതേർമിയ, കൂൾ എക്സ്ട്രീമിറ്റീസ്, ഇതെല്ലാം ഇതിനകത്തും കാണും. പ്ലസ് ഇതിനകത്ത് ടിപ്പിക്കലായിട്ട് കിട്ടുന്നതാണ് ഹൈപ്പോഗ്ലൈസീമിയ, ഹൈപ്പോനേട്രീമിയ, ഹൈപ്പോക്സീമിയ, ഹൈപ്പർ കാപ്നിയ. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നത്. ഓക്കെ, പ്രൊലോങ് ക്യൂറ്റി, ലോ വോൾട്ടേജ്, പിന്നെ പെരികാർഡിയൽ എഫ്യൂഷൻ, ഇതൊക്കെയാണ് ലാബ് ഫൈൻഡിങ്സ് വരുന്നത്. മാനേജ് ചെയ്യുന്നത് ഇതിനകത്ത് നോക്കണ്ട, ഞാൻ ടെക്സ്റ്റിലെ മാനേജ്മെന്റ് പറയാവേ. മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പറഞ്ഞല്ലോ ഒരു ക്രിട്ടിക്കൽ കേസ് ആണ്. കാരണം ഹൈപ്പോതൈറോയിഡ്സ് ഇരുന്ന് വേഴ്സനായാണ് മിക്സഡിമ കോമ വരുന്നത്. മിക്സഡിമ കോമയാകുമ്പോൾ പേഷ്യന്റ് അൺകോൺഷ്യസ് ആയി കൺവൾഷൻസ് ഒക്കെ അടിച്ചായിരിക്കും നമ്മൾക്ക് വരുന്നത്. ഇതൊരു കാഷ്വാലിറ്റി കേസാണ്. അപ്പൊ മാനേജ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ IV ആയിരിക്കും കൊടുക്കുന്നത്. നമ്മൾ ലിയോ തൈറോണിനാണ് കൊടുക്കുന്നത്. 20 മൈക്രോഗ്രാം ലിയോ തൈറോണിൻ കൊടുക്കും. ലിയോ തൈറോണിൻ എന്ന് പറഞ്ഞാൽ T3 ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞ ഏതായിരുന്നു, ലെവോ തൈറോക്സിനാണ് കൊടുത്തത് അല്ലേ. ലിവോ തൈറോക്സിൻ ഏതായിരുന്നു, T4 ആയിരുന്നു. പക്ഷെ ഞാൻ ആദ്യമേ പറഞ്ഞു ഓർക്കുന്നുണ്ടോ, T3 ആണ് മോർ ആക്റ്റീവ് T4നെ കാട്ടി. അപ്പൊ എമർജൻസി കണ്ടീഷനിൽ പെട്ടെന്ന് ആക്ട് ചെയ്യണം എന്നല്ലേ നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മൾ T3 ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ IV ആയിട്ട് നമ്മൾ 20 മൈക്രോഗ്രാം ലിയോ തൈറോണിൻ കൊടുക്കും. ഓക്കെ, ത്രൈസ് ഡെയിലി ആണ് നമ്മൾ കൊടുക്കുന്നത് അൺടിൽ ഇംപ്രൂവ്മെന്റ്. അപ്പൊ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ നോർമലി ഒരു 24 hours വിത്തിൻ 1 day ഇൻക്രീസ് ചെയ്യും. അതിനുശേഷം അപ്പൊ ബോഡി ടെമ്പറേച്ചർ ഒക്കെ നോർമൽ ആയതിനു ശേഷം എന്ത് കൊടുക്കണം, നമ്മൾ ഓറൽ ലിവോ തൈറോക്സിനിലോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അത് 50 മൈക്രോഗ്രാം ഡെയിലി. ഞാൻ എഴുതാവേ ഡോസ്. അപ്പൊ നമ്മള് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം വന്ന ഉടനെ IV കൊടുക്കും. 20 മൈക്രോഗ്രാം ലിയോ തൈറോണിൻ കാണാൻ പറ്റുന്നുണ്ടോ? ലിയോ തൈറോണിൻ കൊടുക്കും. അതെങ്ങനെയാ, ത്രൈസ് ഡെയിലി ആണ് കൊടുക്കുന്നത്. ഓക്കെ, അൺടിൽ ഇംപ്രൂവ്മെന്റ് നമ്മൾ ലിയോ തൈറോണിൻ കൊടുക്കും. അതിനുശേഷം നമ്മൾ പേഷ്യന്റ് ഇംപ്രൂവ് ആയി കഴിയുമ്പോൾ ഓറൽ
ലെവോതൈറോക്സിൻ സാധാരണ പോലെ ലെവോതൈറോക്സിൻ കൊടുക്കും. ലിവോതൈറോക്സിൻ 50 മൈക്രോഗ്രാം ഡെയിലി കൊടുക്കുക. ഓക്കെ. പിന്നെ ഒരു കാര്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ കൊടുക്കുമ്പോൾ വരുന്ന ഒരു കോംപ്ലിക്കേഷൻ ആണ് അഡ്രിനൽ ഇൻസഫിഷ്യൻസി. അത് അവർ പറയുന്നത് വെച്ചാൽ സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം ഉള്ള ഒരു പേഷ്യന്റിന്, സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസിന് പിറ്റ്യൂട്ടറി ഡാമേജ് ആണ്. പിറ്റ്യൂട്ടറി ഡാമേജ് ഉള്ള ഒരു പേഷ്യന്റിന് നമ്മൾ പെട്ടെന്ന് കുറെ തൈറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതെങ്ങനെ എന്തുകൊണ്ടാ വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നമ്മൾ തൈറോയിഡ് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ പ്രിക്കോഷൻസ് ആവേണ്ട ഒരു കാര്യം തന്നെ അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യാം. അപ്പം സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസം ആണ്, പിറ്റ്യൂട്ടറി ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഡെവലപ്പ് ചെയ്യത്തുള്ളൂ. ഇപ്പൊ മിക്സഡിമ കോമയായിട്ടൊക്കെ വരുമ്പോഴത്തേനും നമുക്ക് അത് നോക്കാനുള്ള ടൈം ഇല്ല. അപ്പൊ നമ്മൾ ഇത് റീപ്ലേസ് ചെയ്യുന്നതിന് മുമ്പ് ആദ്യമേ നമ്മൾ ഹൈഡ്രോകോർട്ടിസോൺ കൊടുക്കണം എന്നാണ് പറയുന്നത് കേട്ടോ. ഹൈഡ്രോകോർട്ടിസോൺ 100 മില്ലിഗ്രാം IM ആയിട്ട് ത്രൈസ് ഡെയിലി. ഓക്കെ. ഹൈഡ്രോകോർട്ടിസോൺ 100 മില്ലിഗ്രാം ത്രൈസ് ഡെയിലി IM ആയിട്ട് കൊടുക്കും. അതിനുശേഷം നമ്മൾ തൈറോയിഡ് റീപ്ലേസ്മെന്റ് തെറാപ്പി സ്റ്റാർട്ട് ചെയ്താൽ മതി. ഓക്കെ. കാരണം അല്ലെങ്കിൽ അഡ്രിനൽ ഇൻസഫിഷ്യൻസി അടിക്കും. മനസ്സിലായോ? ഓക്കെ. പിന്നെ നമ്മൾ സ്ലോ റീവാമിങ് ചെയ്യും. നമ്മൾ നല്ല ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കും. പേഷ്യന്റിന് കോൾഡ് ഇൻടോളറൻസ് ഇല്ലേ, അപ്പൊ നമ്മൾ ബ്ലാങ്കറ്റ് ഒക്കെ ഇട്ട് കൊടുക്കും. പിന്നെ ഹൈ ഫ്ലോ ഓക്സിജൻ കൊടുക്കാം. പിന്നെ ഇൻഫെക്ഷൻ ഒന്നും അടിക്കാതിരിക്കാൻ വേണ്ടി ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുക്കാം. ഇനി കോംപ്ലിക്കേഷൻസ് ഓഫ് ഹൈപ്പോതൈറോയിഡിസം എന്തുവാന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് മിക്സഡിമ കോമ, മിക്സഡിമ മാഡ്നസ്, മാക്രോസൈറ്റിക് അനീമിയ, ആക്സിലറേറ്റഡ് അതെറോസ്ക്ലീറോസിസ്, മിക്സഡിമ ഹാർട്ട് ഒക്കെ. ഓക്കെ. കുറെ എന്ന് ഓർപ്പിച്ചാൽ മതി. മിക്സഡിമ കോമ, മിക്സഡിമ മാഡ്നസ്, മിക്സഡിമ അനീമിയ, മിക്സഡിമ ഹാർട്ട്, ആക്സിലറേറ്റഡ് അതെറോസ്ക്ലീറോസിസ് ഒക്കെ. ഇനി അടുത്തത് നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ. ഈ കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തിന് കുറച്ച് ഡിഫറൻസസ് ഉണ്ട്. എന്നുവെച്ചാൽ വലിയ ഡിഫറൻസ് ഒന്നുമില്ല. ഇത് മെയിൻ ആയിട്ട് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം വരുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ തൈറോയിഡിന്റെ ഫംഗ്ഷൻസ് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് ഒക്കെ എഫക്റ്റഡ് ആവുന്നു. അപ്പം അതൊക്കെ മെയിൻ ആയിട്ട് ഇഫക്റ്റിൽ വരുന്നത് ഈ കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തില്ല. അപ്പം കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം വരുമ്പം ആദ്യം നമുക്ക് എഴുതാം മോസ്റ്റ് കോമൺ പ്രിവെന്റബിൾ അല്ലെങ്കിൽ ട്രീറ്റബിൾ കോസ് ഓഫ് മെന്റൽ റിട്ടാർഡേഷൻ ഓർ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി ഇൻ ചിൽഡ്രൻ എന്ന് പറയുന്നത് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം ആണ്. Okay, most common preventable or treatable cause of mental retardation or intellectual disability in children. ഇപ്പൊ ഒരു കുട്ടി ജനിച്ച് എപ്പോഴാണ് നമ്മൾ എല്ലാ പിള്ളേർക്കും നമ്മൾ തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ചെക്ക് ചെയ്യണം. എപ്പോഴാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 48 hours ആഫ്റ്റർ ബർത്ത്. 2 days ആഫ്റ്റർ ബർത്ത് വേണം നമ്മൾ TSH ലെവൽ എന്ത് ചെയ്യാൻ ചെക്ക് ചെയ്യാനായിട്ട്. ഇനി അതിന്റെ കോസസ് പറയാം. കോസസിൽ ഡിഫറൻസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും മോസ്റ്റ് കോമൺ കോസ് ഒക്കെ ഇവിടെ മാറുന്നുണ്ട്. മോസ്റ്റ് കോമൺ കോസ് എന്തായിരിക്കും? തൈറോയിഡ് ഇല്ലാതിരിക്കുന്നത് തന്നെയായിരിക്കും ഇവിടെ മോസ്റ്റ് കോമൺ കോസ്. കാരണം കുട്ടിയല്ലേ, കൊച്ചുകുട്ടിയല്ലേ. അപ്പം ആ കുട്ടിക്ക് ഹൈപ്പോതൈറോയിഡ്സ് ഉണ്ടാവുന്ന മെയിൻ റീസൺ എന്തായിരിക്കും? ഒന്നുകിൽ ആ കൊച്ചിന് തൈറോയിഡ് ഗ്ലാൻഡേ കാണത്തില്ല, അല്ലെങ്കിൽ തൈറോയിഡ് ഗ്ലാൻഡ് ഉണ്ടാവും പക്ഷെ വരുന്ന ഹോർമോൺസ് ഫംഗ്ഷണൽ ആയിരിക്കത്തില്ല. അപ്പൊ അത് തന്നെയാണ് പ്രൈമറി കോസ്, ആദ്യം പറയേണ്ട കോസ്. അതായത് തൈറോയിഡ് ഡിസ്ജെനസിസ് അല്ലെങ്കിൽ തൈറോയിഡ് ഡിസ്ഹോർമോണോജെനസിസ്. തൈറോയിഡ് ഡിസ്ജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ് ഫോർമേഷൻ ഡിഫക്ട്. തൈറോയിഡ് ഡിസ്ഹോർമോണോജെനസിസ് എന്ന് പറഞ്ഞാൽ ഗ്ലാൻഡ് ഉണ്ട് പക്ഷെ ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കോസ് ആണ്. ഈ പ്രൈമറി സെക്കൻഡറി ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തെ എഴുതിക്കൊള്ളണം. അതിനകത്ത് വരുന്ന പ്രൈമറി ഹൈപ്പോതൈറോയിഡിസത്തിനകത്ത് വരുന്ന കോസസ് ആണ് തൈറോയിഡ് ഡിസ്ജെനസിസ്, തൈറോയിഡ് ഡിസ്ഹോർമോണോജെനസിസ്, പിന്നെ ഉള്ളതാണ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്. അത് നമ്മൾ അവിടെയും പറഞ്ഞത് തന്നെ, ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ്. പിന്നെ ഗോയിട്രോജൻസ് ലൈക്ക് ലിത്തിയം, അമിയോഡറോൺ, പിന്നെ നമ്മുടെ ക്യാബേജ്, കോളിഫ്ലവർ, പിന്നെ അയഡിൻ ഡെഫിഷ്യൻസി. പിന്നെ ഇവിടെ ട്രാൻസിയന്റ് കോസസ് എന്ന് പറഞ്ഞിട്ട് മെറ്റോണൽ ആന്റി തൈറോയിഡ് ഡ്രഗ് അല്ലെങ്കിൽ മെറ്റോണൽ TSH റിസെപ്റ്റർ ബ്ലോക്കിംഗ് ആന്റിബോഡീസ് എന്ന് പറയുന്നുണ്ട്. അമ്മയുടെ നിന്ന് കിട്ടിയത് കാരണം വരാലോ കുട്ടിക്ക് ഹൈപ്പോതൈറോയിഡിസം. അപ്പൊ ട്രാൻസിയന്റ് കോസസിനകത്ത് രണ്ടെണ്ണം നമുക്ക് എഴുതാം, മെറ്റോണൽ ആന്റി തൈറോയിഡ് ഡ്രഗും മെറ്റോണൽ TSH റിസെപ്റ്റർ ബ്ലോക്കിംഗ് ആന്റിബോഡീസും. ഓക്കെ. ഇനി സെക്കൻഡറി അല്ലെങ്കിൽ ടേർഷ്യറി ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവുന്നത് നേരത്തെ പറഞ്ഞിട്ട് തന്നെ CNS ട്യൂമേഴ്സ് കാരണം, CNS ഇൻസൾട്സ് ഒക്കെ കാരണം. ഓക്കെ. ഇനി ക്ലിനിക്കൽ ഫീച്ചേഴ്സിന് ഡിഫറൻസ് ഉണ്ട് ഇതിനകത്ത്. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് വരുമ്പോൾ പ്രസന്റേഷൻ വരുമ്പോൾ ഇത് കണ്ടു, ഇങ്ങനെയായിരിക്കും കൊച്ച്. പിന്നെ ഫസ്റ്റ് മെയിൻ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വൈഡ് ഓപ്പൺ പോസ്റ്റീരിയർ ഫോണ്ടനലിയാണ്. എനിക്ക് പിക്ക് നോക്കിയിട്ട് ഇങ്ങനെ ഒരു പിക്കാണ് കിട്ടിയത്. വൈഡ് ഓപ്പൺ പോസ്റ്റീരിയർ ഫോണ്ടനല്ലേ.
ഈ ഗ്രോത്ത് റിട്ടാർഡേഷൻ, മെന്റൽ റിട്ടാർഡേഷൻ ഒന്നും നമ്മൾ ഇനിഷ്യലി നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. കാരണം കൊച്ചു ജനിച്ചിട്ട് മൈൽ സ്റ്റോൺസ് ഒക്കെ ഡിലീഡ് ആയാലല്ലേ നമ്മൾ അതൊക്കെ ശ്രദ്ധിക്കത്തുള്ളൂ. അപ്പൊ കുറച്ച് ടൈം എടുക്കും മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ കണ്ടുപിടിച്ച് വരാനായിട്ട്. അപ്പൊ ഇനിഷ്യലി നമ്മൾ നോക്കുന്ന സയൻസ് തന്നെ ഒന്ന് വൈഡ് ഓപ്പൺ പോസ്റ്റീരിയർ ഫോണ്ടൻ അല്ലേ, പിന്നെ ഈ കുട്ടിയുടെ മുഖം കണ്ടോ, മിക്സഡ് മാറ്റേഴ്സ് ഫേഷ്യസ്, പപ്പി ലുക്കിംഗ് ഫേഷ്യസ് ഒക്കെ, മുഖമൊക്കെ വീർത്തിരിക്കുകയല്ലേ. പിന്നെ അംബ്ലിക്കൽ ഹെർണിയ കാണും, കണ്ടോ അംബ്ലിക്കൽ ഹെർണിയ കാണും. പിന്നെ ഹൈപ്പോട്ടോണിയ എന്ന് വെച്ചാൽ എന്തോ കൈയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാനൊന്നും പറ്റത്തില്ല, ഹൈപ്പോട്ടോണിയ ആയിരിക്കും. ഹൈപ്പോതെർമിയ കാണും. പിന്നെ ഹോസ് ക്രൈ, ടങ് കണ്ടോ പ്രൊട്രൂഡഡ് ടങ്. പിന്നെ സ്കിൻ ഡ്രൈ ആൻഡ് സ്കെയിലി, പ്രൊലോങ് ഫിസിയോളജിക്കൽ ജോണ്ടിസ്, ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്ത് ഇനിഷ്യലി കുട്ടീനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ, നിയോനേറ്റൽ പീരീഡിൽ തന്നെ കുട്ടീനെ ട്രീറ്റ് ചെയ്യണം. നിയോനേറ്റൽ പീരീഡിൽ കുട്ടീനെ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ കുട്ടിക്ക് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇനിഷ്യലി ഇതൊക്കെയാണ് ഫീച്ചേഴ്സ്. അൺട്രീറ്റഡ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ ഡിലേഡ് ഡെവലപ്മെന്റ്, ഡിലേഡ് ഡെന്റേഷൻ, ഷോർട്ട് സ്റ്റേച്ചർ, മെന്റൽ റിട്ടാർഡേഷൻ, ഡിലേഡ് ബോൺ മെച്യൂറേഷൻ ഒക്കെ വരും. ഓക്കെ, ഇതൊക്കെയാണ് ക്ലിനിക്കൽ ഫീച്ചേഴ്സ്. അയ്യോ, ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയെ. കോസസില് നമ്മൾ പറഞ്ഞല്ലോ പ്രൈമറി ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാക്കുന്ന ഒരു മെയിൻ കോസ് ആണ് പെൻഡ്രിറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. അത് പഠിക്കണം. അത് ഈ കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തിനകത്തേ പറയുന്നുള്ളൂ. പെൻഡ്രിറ്റ് സിൻഡ്രോം. ഓക്കെ, പെൻഡ്രിറ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്രോമസോം 7 ഒരു ജീൻ ഉണ്ട്, PDS ജീൻ എന്ന് പറഞ്ഞിട്ട്. PDS ജീൻ, ഈ PDS ജീൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോട്ടീൻ ആണ് പെൻഡ്രിൻ. പെൻഡ്രിൻ ആണ് ക്ലോറിൻ അയഡിൻ ട്രാൻസ്പോർട്ടറിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഇതിനകത്തൊരു ഡിഫക്റ്റ് വരുവാണ്. PDS ജീൻ ഓൺ ക്രോമസോം 7 ഒരു ഡിഫക്റ്റ് വരുമ്പം ഞാൻ എഴുതി തരാം. അപ്പം PDS ജീൻ ഓൺ ക്രോമസോം 7, ഓക്കെ, ഇതങ്ങ് ഡിഫക്റ്റീവ് ആയി പോവുക. ഇത് ഡിഫക്റ്റീവ് ആയി പോകുമ്പം എന്ത് പറ്റും? പെൻഡ്രിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോ പെൻഡ്രിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കാരണം ക്ലോറൈഡ് അയഡൈഡ് ട്രാൻസ്പോർട്ടർ മര്യാദയ്ക്ക് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, അപ്പൊ ക്ലോറൈഡ് അയഡൈഡ് ട്രാൻസ്പോർട്ടർ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും? അയഡിൻ എടുക്കാൻ പറ്റത്തില്ല. അയഡിൻ എടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും. അപ്പൊ കൊച്ചിന് ഇതൊരു സിൻഡ്രോം ആണല്ലോ, അപ്പൊ എന്തൊക്കെ ഉണ്ടാവും? ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാവും, പിന്നെ ഗോയിറ്റർ ഉണ്ടാവും, പിന്നെ ഹിയറിംഗ് ലോസ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് പെൻഡ്രിറ്റ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, പെൻഡ്രിറ്റ് സിൻഡ്രോം എന്തൊക്കെയാണ്? ഹിയറിംഗ് ലോസ്, ഗോയിറ്റർ, ഹൈപ്പോതൈറോയിഡിസം. ഓക്കെ, അപ്പൊ ഇതും ഒരു കോസ് ആണ് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തിന്. ഇത് എന്തായാലും എഴുതണം. പെൻഡ്രിറ്റ് സിൻഡ്രോം എന്തായാലും എഴുതണം. തൈറോയിഡ് ഡിസ്ജൻസിസ് എന്തായാലും എഴുതണം. തൈറോയിഡ് ഡിസ്ഹോർമോണോജൻസിസ് എന്തായാലും എഴുതണം. ഓക്കെ, പിന്നെ ട്രാൻസിയന്റ് കോസസ് ലൈക്ക് മെറ്റേണൽ TSH റിസെപ്റ്റർ ബ്ലോക്കിംഗ് ആന്റിബോഡീസും മെറ്റേണൽ ആന്റി തൈറോയിഡ് ഡ്രഗും ഒക്കെ എന്തായാലും എഴുതണം. കാരണം അതൊക്കെ ആ കോസസ് ഒക്കെ ഇതിന് സ്പെസിഫിക് ആണ്. പിന്നെ ക്ലിനിക്കൽ ഫീച്ചേഴ്സ് പറയുമ്പോൾ എന്തൊക്കെ പറയണം? വൈഡ് ഓപ്പൺ പോസ്റ്റീരിയർ ഫോണ്ടനിലെ മിക്സോഡിമാറ്റസ് ഫേഷ്യസ് അല്ലെങ്കിൽ പഫി ലുക്കിംഗ് ഫേഷ്യസ്, പിന്നെ നമ്മുടെ അംബ്ലിക്കൽ ഹെർണിയ, പ്രൊട്രൂഡഡ് ടങ്, ഹൈപ്പോട്ടോണിയ, ഹൈപ്പോതെർമിയ, ഹോസ് ക്രൈ, സ്കിൻ ഡ്രൈ ആൻഡ് സ്കെയിലി, പ്രൊലോങ് ഫിസിയോളജിക്കൽ ജോണ്ടിസ്, ഇതൊക്കെ പറയാം. ഇനി ഇവാലുവേഷൻ. അപ്പോൾ എങ്ങനെ കുട്ടീനെ ഇവാലുവേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യമേ ഹിസ്റ്ററി എടുക്കുക. അതായത് മെറ്റേണൽ തൈറോയിഡ് ഡിസീസ് വല്ലതും ഉണ്ടോ, അല്ലെങ്കിൽ മെറ്റേണൽ ആന്റി തൈറോയിഡ് മെഡിക്കേഷൻ വല്ലതും ഉണ്ടോ, പിന്നെ ഫാമിലി ഹിസ്റ്ററി, ഗോയിറ്റർ ഒക്കെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഉണ്ടോ, അതൊക്കെ നമ്മൾ ഹിസ്റ്ററി എടുക്കണം. ഓക്കെ, പിന്നെ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമുക്ക് മനസ്സിലായി, നമ്മൾ കണ്ടുപിടിച്ചു TSH ഉണ്ട് കുട്ടിക്ക്. ഓക്കെ, അപ്പം നമ്മൾ കണ്ടുപിടിച്ചു കൊച്ചിന് ഹൈപ്പോതൈറോയിഡിസം ആണെന്ന് കണ്ടുപിടിച്ചു. പക്ഷെ നമുക്ക് കോസ് അറിയണ്ടേ? കോസ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തൈറോയിഡ് സ്കാൻ ചെയ്യും. തൈറോയിഡ് സ്കാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു റേഡിയോ ട്രേസർ, അതായത് റേഡിയോ ആക്റ്റീവ് അയഡിൻ അല്ലെങ്കിൽ ടെക്നീഷ്യൻ നമ്മൾ കൊടുക്കും. അപ്പത്തേനും ഇഞ്ചെക്ട് ചെയ്യണമെന്ന് തോന്നുന്നു, എങ്ങനെ കൊടുക്കുന്നത് എനിക്ക് അറിഞ്ഞൂടാ. അപ്പം നമ്മൾ നോക്കും അപ്റ്റേക്ക് ഉണ്ടോ, എക്ടോപിക് അപ്റ്റേക്ക് ആണോ, ഇൻക്രീസ്ഡ് അപ്റ്റേക്ക് ആണോ എന്നൊക്കെ നോക്കും. ഇൻക്രീസ്ഡ് അപ്റ്റേക്ക് ആണെങ്കിൽ അത് ഡിസ്ഹോർമോണോജൻസിസ് അല്ലെങ്കിൽ അയഡിൻ ഡെഫിഷ്യൻസി ആണ് കോസ്. ഓക്കെ, കാരണം അവിടെ ഹോർമോൺസ് ഇല്ലാത്ത കണ്ടീഷൻ അല്ലേ ഡിസ്ഹോർമോണോജൻസ്. അപ്പം ഈ അയഡിൻ കിട്ടുമ്പോഴത്തേനും അത് ഒരുപാട് അപ്റ്റേക്ക് ചെയ്യും. പിന്നെ എക്ടോപിക് അപ്റ്റേക്ക് വരുവാണെങ്കിൽ എക്ടോപിക് തൈറോയിഡ്. അപ്പം അപ്റ്റേക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് എടുത്ത് നോക്കും, കാരണം കുട്ടിക്ക് തൈറോയിഡ് ലാൻഡ് കാണത്തില്ല. അപ്പം അൾട്രാസൗണ്ട് എടുത്ത് നോക്കുമ്പോൾ നോ തൈറോയിഡ് ലാൻഡ് ആണെങ്കിൽ തൈറോയിഡ് ഏജൻസിസ് ആയിരിക്കും. അപ്പൊ
ഇപ്പം അൾട്രാസൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡ് ഒക്കെ നോർമലാ, പക്ഷെ എന്നിട്ട് അപ്റ്റേക്ക് ഇല്ല. എന്ന് വെച്ചാൽ എന്താ, ആന്റിബോഡീസ് വന്നിട്ടുണ്ടാവും. ഓക്കെ, ആന്റിബോഡീസ് ബൈൻഡിങ് ടു TSH റിസെപ്റ്റർ ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ട്രാൻസിയൻ കോസ്റ്റ് ഒരെണ്ണം പറഞ്ഞില്ലേ, മെറ്റോള TSH റിസെപ്റ്റർ ബ്ലോക്കിംഗ് ആന്റിബോഡീസ്. അപ്പൊ അതായിരിക്കാം, അതുണ്ടോന്ന് നോക്കും. അത് പോസിറ്റീവ് ആണെങ്കിൽ അത് തന്നെ റീസൺ, മെറ്റോണൽ ആന്റിബോഡീസ് അഗൈൻസ്റ്റ് TSH റിസെപ്റ്റർ. നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞ പെൻഡ്രിക് സിൻഡ്രോം ഒക്കെ ആയിരിക്കും. കാരണം എന്തോ സോഡിയം അയോഡൈഡ് ട്രാൻസ്പോർട്ടർ ഡിഫക്റ്റ് ഉണ്ടാവാം. അതാണല്ലോ പെൻഡ്രിക് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ നോക്കുക ഏത് കോസ് ആണെന്ന് നോക്കണം. ഇനി അതിന്റെ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, നേരത്തെ പറഞ്ഞിട്ട് തന്നെ നമ്മൾ തൈറോയിഡ് എന്ത് ചെയ്യും, സപ്ലിമെന്റ് ചെയ്യും. ലിവോതൈറോക്സിൻ അല്ലേ നോർമലി കൊടുക്കുന്നത്, അത് തന്നെ ഇവിടെയും കൊടുക്കുന്നത്. പക്ഷെ ഡോസിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഡോസ് കുറച്ചുകൂടെ കുറയ്ക്കും. 15 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഉണ്ടായിരിക്കാന്ന്. നമ്മൾ മിക്സഡ് പറഞ്ഞപ്പോ പറഞ്ഞില്ലേ അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഉണ്ടാകാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കോർട്ടിസോൾ റീപ്ലേസ് ചെയ്യണം. കോർട്ടിസോൾ റീപ്ലേസ്മെന്റ് ഷുഡ് പ്രിസീഡ് തൈറോയിഡ് റീപ്ലേസ്മെന്റ്. അവരുടെ ഡോസ് ഒന്നും ഇതിനകത്ത് കൊടുത്തിട്ടില്ല. ഓക്കെ, ഇത്രേ പറയുന്നുള്ളൂ. കോർട്ടിസോൾ റീപ്ലേസ്മെന്റ് ഷുഡ് പ്രിസീഡ് തൈറോയിഡ് റീപ്ലേസ്മെന്റ് ഇൻ ഓർഡർ ടു പ്രിവെന്റ് അഡ്രിനൽ ഇൻസഫിഷ്യൻസി. ഓക്കെ, പിന്നെ ട്രാൻസിയന്റ് ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ ട്രാൻസിയൻ റീസൺസ് ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് തെറാപ്പി ആവശ്യമില്ല. അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസത്തിന് ലൈഫ് ലോങ് തെറാപ്പി വേണമെന്നാണ് എഴുതിയേക്കുന്നത്. ഇപ്പൊ ട്രാൻസിയന്റ് ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിൽ നമ്മൾ 3 years ട്രീറ്റ്മെന്റ് കൊടുക്കും. എന്നിട്ട് നമ്മൾ 1 month നിർത്തും. എന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. എന്നിട്ട് തൈറോയിഡ് ഫംഗ്ഷൻ നോർമൽ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കണ്ട. ഓക്കെ, പിന്നെ ഔട്ട്കം പറയുമ്പോഴത്തേനും ഇവർ പറയുന്നുണ്ട് നിയോനേറ്റൽ പീരീഡിൽ തന്നെ നമ്മൾ ഡിറ്റർമൈൻ ചെയ്ത് ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഔട്ട്കം ഭയങ്കര വേഴ്സ് ആയിരിക്കും. ഓക്കെ, കാരണം മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ നടന്നില്ലേ, മെന്റൽ റിട്ടാർഡേഷൻ ഒക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഔട്ട്കം ഭയങ്കര വേഴ്സ് ആണ് ആഫ്റ്റർ നിയോനേറ്റൽ പീരീഡ്. പിന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ കുട്ടികളെയും സ്ക്രീൻ ചെയ്യണം. ഓക്കെ, എല്ലാ പിള്ളേരെയും സ്ക്രീൻ ചെയ്യണം. ജനിച്ച പാട് നമ്മൾ അംബ്ലിക്കൽ കോഡ് ബ്ലഡ് എടുക്കത്തില്ലേ, ഒന്നെങ്കിൽ അറ്റ് ബർത്ത് അംബ്ലിക്കൽ കോഡ് ബ്ലഡ് എടുത്ത് ടെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിട്ടു 48 hours കഴിഞ്ഞതിന് ശേഷം ഹീൽ പ്രിക്ക് ചെയ്തിട്ട് ഡ്രൈ ചെയ്യണം. അതായത് ഡ്രൈ ബ്ലഡ് സ്പോട്സ് എടുത്ത് ചെക്ക് ചെയ്യും. ഓക്കെ, ഇത് അതിന്റെ മാനേജ്മെന്റ് ഞാൻ പറഞ്ഞല്ലോ. എന്താ, നമ്മള് ലെവോതൈറോക്സിൻ കൊടുക്കും. എത്രയാ, 15 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ. ഓക്കെ, സെൻട്രൽ ഹൈപ്പോതൈറോയിഡ്സ് ആണെങ്കിൽ അഡ്രിനൽ ഇൻസഫിഷ്യൻസി വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് അറിയത്തില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, കോർട്ടിസോൾ റീപ്ലേസ്മെന്റ് കൊടുക്കുക, തൈറോയിഡ് റീപ്ലേസ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ്. പിന്നെ ട്രാൻസിയന്റ് ഹൈപ്പോതൈറോയിഡ്സത്തിന് ഞാൻ പറഞ്ഞു ലൈഫ് ലോങ് തെറാപ്പി വേണ്ട, 3 years കൊടുക്കുക. 3 years കഴിയുമ്പോഴത്തേനും 1 മാസം ഒന്ന് നിർത്തിയിട്ട് നോക്കണം നോർമൽ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്ന്. അങ്ങനെയാണ് പിന്നെ ട്രീറ്റ്മെന്റ് ഒന്നും വേണ്ട. പിന്നെ ഇത് സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ അഡ്ബർത്ത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ 2 days കഴിഞ്ഞിട്ടേ ചെയ്യാവൂ. ഈ 1 to 2 days ചെയ്യാൻ പാടില്ല എന്ന് ടെക്സ്റ്റ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അന്നേരം TSH സർജ് എന്തോ ഉണ്ടാവുന്നത്, എനിക്ക് എന്തുകൊണ്ടാന്ന് അറിയത്തില്ല. പക്ഷെ അവർ ഇങ്ങനെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്, 1 to 2 days നമ്മൾ ചെയ്യാൻ പാടില്ല. ഒന്നെങ്കിൽ അഡ്ബർത്ത് അംബ്ലിക്കൽ കോഡ് ബ്ലഡ് എടുത്ത് അതിനകത്ത് ടെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ആഫ്റ്റർ 2 days ടെസ്റ്റ് ചെയ്യാവും. ഓക്കെ, അത്രേ ഉള്ളൂ സംഭവം. ഇനി ക്വസ്റ്റ്യൻ നോക്കട്ടെ, അത് നോക്കാം. മടുത്തു. ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 50-year-old lady present weight gain of about 10 kilogram in a year, fatigue. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞ ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഇവിടെ കാണുന്നുണ്ടോ? വെയിറ്റ് ഗെയിൻ ഇൻ അബൌട്ട് 10 kilogram in a year, ഫാറ്റിഗ് പറഞ്ഞു, പോസ്ചറൽ ഡിസിനസ്, ലോസ് ഓഫ് മെമ്മറി, സ്ലോ സ്പീച്ച്, ഡീപ്പനിങ് ഓഫ് വോയിസ്, ഡ്രൈ സ്കിൻ, കോൺസ്റ്റിപ്പേഷൻ, കോൾഡ് ഇൻടോളറൻസ്. ഈ ഫീച്ചേഴ്സ് ഒക്കെ കാണുമ്പോഴേ നമുക്കറിയാം ഹൈപ്പോതൈറോയിഡ്സ് ആണെന്നല്ലേ. പക്ഷെ ഓൺ എക്സാമിനേഷൻ കൂടെ നോക്കുമ്പോഴത്തേനും പൾസ് റേറ്റ് കണ്ടോ കുറവല്ലേ, 58 per minute അല്ലേ ഉള്ളൂ. പിന്നെ BP നോക്കുമ്പോൾ 110/70. ഡീപ് ടെൻഡൻ റിഫ്ലെക്സസ് ഡിലേഡ് ആണ് അവർ എടുത്തു പറയുന്നുണ്ട് കേട്ടോ. ടെൻഡൻ റിഫ്ലെക്സസ് ഡിലേഡ് ആണ് ഹൈപ്പോതൈറോയിഡിസത്തിൽ. അപ്പൊ എന്തായിരിക്കും ലൈക്ലി ഡയഗ്നോസിസ്? ഹൈപ്പോതൈറോയിഡിസം. പിന്നെ മോസ്റ്റ് ലൈക്ലി കോസസ് പറയുമ്പോഴത്തേനും നമ്മൾ പറഞ്ഞ കോസസ് ഒക്കെ തന്നെ, അതെല്ലാം സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. പ്രൈമറി ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കോസസ് ഇതൊക്കെയാണ്, സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കോസസ് ഇതൊക്കെയാണ്, ടെർഷ്യറി ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കോസസ് ഇതൊക്കെയാന്ന് പറഞ്ഞാൽ എഴുതാം. ഈ ഇൻവെസ്റ്റിഗേഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞു തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുന്ന കാര്യം പറയാം. പിന്നെ ആന്റി തൈറോയിഡ് പെറോക്സൈഡ് ആന്റിബോഡീസ്, MRI, ഹെഡ്, ECG. ECG എന്താ കാണുന്നത്? ബ്രാഡിക്കാർഡ് കാണും. പിന്നെ ST സെഗ്മെന്റ് ആൻഡ് TV അബ്നോർമാലിറ്റീസ് എന്നും പറയുന്നുണ്ട്. പിന്നെ LDH എലിവേറ്റഡ് അതൊക്കെ നോക്കും, LDH LDL നോക്കും, ക്രിയാറ്റിനിൻ കൈനേസ് ഒക്കെ നോക്കും. അത്രേ ഉള്ളൂ ഇൻവെസ്റ്റിഗേഷൻസ് പറഞ്ഞാൽ. പിന്നെ
വാട്ട് ആർ ദ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്? ട്രീറ്റ്മെന്റ് പറഞ്ഞത് എന്തുവാ? നമ്മൾ റീപ്ലേസ് ചെയ്യാണ് തൈറോയിഡ് ഹോർമോൺ, ലെവോതൈറോക്സിൻ കൊടുക്കും. അതുവരെ പറയാം. സ്റ്റാർട്ടിംഗ് ഡോസ് എത്രയാ? 50 മൈക്രോഗ്രാം പെർ ഡേ. എന്നിട്ട് നമ്മൾ പയ്യെ പയ്യെ ഇൻക്രീസ് ചെയ്യാം. മെയിൻ്റെനൻസ് ഡോസ് കൊടുക്കണം. പിന്നെ എങ്ങനെ കൊടുക്കണം? എംപ്റ്റി സ്റ്റൊമക്കിൽ മോർണിംഗ് സിംഗിൾ ഡോസ് ആണ് കേട്ടോ. പിന്നെ എൽഡർലി പേഷ്യൻസ് ആണെങ്കിൽ നമ്മൾ 50 വെച്ച് സ്റ്റാർട്ട് ചെയ്തില്ല, നമ്മൾ 25 വെച്ചായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. യങ്ങർ പേഷ്യൻസിലാണെങ്കിൽ നമ്മൾ 100-ലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും പറയാം. ഒക്കെയാണ് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ്. പിന്നെ ഇവര് ഇതിനകത്ത് പറയുന്നുണ്ട് കണ്ടോ, പോയിന്റ്സ് ഇൻ ഫേവർ ഫ്രം ക്വസ്റ്റ്യൻ: വെയിറ്റ് ഗെയിൻ, ഫാറ്റീഗ്, സ്ലോ സ്പീച്ച്, ഹോസ്നെസ് ഓഫ് വോയിസ്, കോൺസ്റ്റിപ്പേഷൻ, കോൾഡ് ഇൻടോളറൻസ്, ഡിലേ, ഡീപ് ടെൻഡൻ റിഫ്ലെക്സസ്, ഓൾ ആർ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഹൈപ്പോതൈറോയിഡിസം. ഹൈപ്പോതൈറോയിഡിസം നമ്മുടെ എസ് ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു, കാരണം ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ഹൈപ്പോതൈറോയിഡിസം ആണ്. പിന്നെ കോസസ് നമ്മൾ പറഞ്ഞിട്ട് ഓട്ടോ ഇമ്മ്യൂൺ, ഇയട്രോജനിക്. ഇയട്രോജനിക് എന്ന് പറഞ്ഞാൽ ആന്റി തൈറോയിഡ് ഡ്രഗ്സിന്റെ കാര്യമാണ്. പിന്നെ ട്രാൻസിയന്റ് തൈറോയിഡൈറ്റിസ്, അയഡിൻ ഡെഫിഷ്യൻസി. കൺജനൈറ്റൽ കോസസ് നമുക്ക് എഴുതാം കേട്ടോ. ഞാൻ അത് കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം വേറെ ടോപ്പിക് ആയതുകൊണ്ടാണ് പറയാത്തത്. കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കോസസ് നമുക്ക് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ അടിയിൽ എഴുതാം. ഓക്കെ. പിന്നെ ഇൻഫിൽട്രേറ്റീവ് ഡിസോർഡേഴ്സ് ലൈക്ക് അമൈലോയിഡോസിസ്, സാർക്കോയിഡോസിസ്. പിന്നെ സെക്കൻഡറി ഹൈപ്പോതൈറോയിഡിസത്തിന്റെ കണ്ടീഷൻസ് ലൈക്ക് ഷീഹാൻ സിൻഡ്രോം, അതൊക്കെ പറയാം. പിന്നെ ECGയുടെ സൈനസ് ബ്രാഡികാർഡിയ, പിന്നെന്തുവാ ST വേവ് അബ്നോർമാലിറ്റീസ്. മാനേജ്മെന്റ് എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ, മാനേജ്മെന്റ് മെയിൻ ലൈൻ ഓഫ് മാനേജ്മെന്റ് ലെവോതൈറോക്സിൻ റീപ്ലേസ്മെന്റ് ആണ്. ഓക്കെ, ഞാൻ തിരിച്ചു നോക്കി. പിന്നെ ഇത് നമ്മുടെ പീഡിയാട്രിക്സിൽ നമ്മൾ പഠിച്ച സംഭവങ്ങൾ കണ്ടോ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് നോക്ക്: ഹോസ് ക്രൈ, ഫേഷ്യൽ പഫിനെസ്, അംബിലിക്കൽ ഹെർണിയ, ഹൈപ്പോട്ടോണിയ, അതൊക്കെയാണ് ഇമ്പോർട്ടന്റ്. അംബിലിക്കൽ ഹെർണിയ, ഹൈപ്പോട്ടോണിയ, പ്രൊലോങ്ഡ് ജോണ്ടിസ്, മോട്ട്ലിംഗ് ഓഫ് സ്കിൻ ഡ്രൈ സ്കിൻ എന്ന് പറഞ്ഞാലും മതി. പിന്നെ ലെത്താർജി, കോൺസ്റ്റിപ്പേഷൻ, അൺഎക്സ്പ്ലെയിൻഡ് ഹൈപ്പോതേർമിയ, ഓപ്പൺ പോസ്റ്റീരിയർ ഫോണ്ടനല്ലേ, പോസ്റ്റീരിയർ ഫോണ്ടനല്ലേ ആണ്, ഓപ്പൺ പോസ്റ്റീരിയർ ഫോണ്ടനല്ലേ. പിന്നെ അതിനകത്ത് സെയിം തന്നെ തൈറോക്സിൻ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഡോസിന് ചെറിയ വ്യത്യാസമുണ്ട്, ഞാൻ പറഞ്ഞില്ലേ 15 മൈക്രോഗ്രാം ആവും. ഓക്കെ, 10 to 15 എടുക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റ് 15 മൈക്രോഗ്രാം പെർ കിലോഗ്രാം പെർ ഡേ എഴുതിയിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, സെൻട്രൽ ഹൈപ്പോതൈറോയിഡ്സ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോർട്ടിസോൾ കൊടുക്കണം, കാരണം അല്ലെങ്കിൽ അഡ്രിനൽ ഇൻസഫിഷ്യൻസി ഉണ്ടാവും. പിന്നെ ഇത് നമ്മൾ കണ്ടതാ, ഇതൊരു ക്വസ്റ്റ്യനാ കണ്ടോ. 36-year-old physician female presents to her GP with ongoing fatigue, significant amount of weight gain. The significant has wearing a woolly hat. ഈ ഇത് കണ്ടോ, she is wearing a woolly hat despite it is being a warm summer's afternoon. അതാണ് നോക്കേണ്ടത് ഇവിടെ കണ്ടോ. അപ്പൊ എന്താ, കോൾഡ് ഇൻടോളറൻസ് അല്ലേ. മനസ്സിലായോ? പിന്നെ ഹാർട്ട് റേറ്റ് നോക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും. ഹാർട്ട് റേറ്റ് നോക്കുമ്പോൾ എന്താ, ബ്രാഡിക്കാർഡി അടിച്ചിരിക്കുകയാണ് പേഷ്യന്റ്. അതെണ്ട്, ഫീമെയിൽ ആണ്, അതൊക്കെ വെച്ചിട്ടാണ് അവര് പറഞ്ഞത്. പിന്നെ ഇത് നമ്മൾ പറഞ്ഞതാണല്ലോ, ഇത് നമ്മൾ പറഞ്ഞതാ. പിന്നെ ഇത് നമ്മുടെ സിന്തസിസ്, ഇത് നമ്മുടെ റെഗുലേഷൻ ഫങ്ഷൻസ് പറഞ്ഞു. കോസസ്, കോയിട്രോജൻസ്. ഇത് നമ്മുടെ ഫീച്ചേഴ്സ് ചുമ്മാ ഒന്ന് സമ്മപ്പ് ചെയ്തേക്കുവാണ്. കോൾഡ് ഇൻടോളറൻസ്, പഫി ഫേസ്, ഷിവറിംഗ്, മസിൽ ക്രാമ്പ്, ഓവർ വെയിറ്റ്, ബിഗ് ലെഗ്സ്, മിക്സഡിമ, സ്ലോ ഹാർട്ട് റേറ്റ്, ഡിപ്രഷൻ, ഫാറ്റീഗ്, ടയേർഡ്, ഹസ്കി വോയിസ് ഒക്കെ. നമ്മുടെ സ്നോമാൻ ഓർത്താൽ മതി ഹൈപ്പോതൈറോയിഡിസം പഠിക്കാൻ വേണ്ടി. പിന്നെ ഇതും സെയിം തന്നെ, ഹെയർ ഡ്രൈ, കോസ് പാസ്, ലാറ്ററൽ ഐബ്രോസ് തിൻ, പെരിയോർബിറ്റൽ എഡിമ, പഫി ഡൾ ഫേസ് വിത്ത് ഡ്രൈ സ്കിൻ. പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ. സ്കിന്നിൽ വരുന്ന മാനിഫെസ്റ്റേഷൻ ചുമ്മാ ഒന്ന് എടുത്തു പറഞ്ഞേക്കുവാണ്. ബ്ലഡ് ഫ്ലോ കുറയുന്ന കാരണമാണ് കൂൾ ആൻഡ് പെയിൽ സ്കിൻ ഉണ്ടാവുന്നത്. പിന്നെ ഡ്രൈ റഫ്നെസ് ഓഫ് ദ സ്കിൻ, ടെമ്പറേച്ചർ ജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അപ്പം ഡിക്രീസ് സ്വെറ്റിംഗ്. പിന്നെ നമ്മുടെ മിക്സഡിമ, ഇതും സെയിം തന്നെ, ഫീച്ചേഴ്സ് തന്നെ പറഞ്ഞേക്കുക. റെസ്പിറേറ്ററി, പിന്നെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഒക്കെ ഉണ്ടാവും കേട്ടോ. പേഷ്യന്റ് മാക്രോഗ്ലോസി ഒക്കെ വരാവേ ഹൈപ്പോതൈറോയിഡിസം വരുമ്പോഴത്തേനും. അപ്പൊ മാക്രോഗ്ലോസി വരുന്ന കാരണം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ ഉണ്ടാവും. പിന്നെ ഹൈപ്പോ വെന്റിലേഷൻ ഉണ്ടാവും. പിന്നെ ഹൈപ്പോ വെന്റിലേഷൻ കാരണം ഹൈപ്പോക്സിയ, ഹൈപ്പർ കാപ്നിയ ഒക്കെ ഉണ്ടാവാം. ഓർമ്മ വരുന്നതൊക്കെ നമുക്കിപ്പോ എഴുതാം. പിന്നെ മാനേജ്മെന്റ് നമ്മൾ പറഞ്ഞതാ. പിന്നെ ഇഫക്ട്, ഇത് ഞാൻ പറയാൻ വിട്ടുപോയി. അതായത് ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ഇഫക്ട്സ് ഓൺ പ്രഗ്നൻസി എന്ന് പറയുന്നത് പ്രൊലോങ്ഡ് ഇൻഫെർട്ടിലിറ്റി, റിക്കറന്റ് അബോർഷൻസ്, പ്രീ എക്ലാംസിയ, പ്ലാസന്റൽ അബ്രഷൻ, ഫ്രീ ടേം ഡെലിവറി, അനീമിയ, മിക്സഡിമ, കോമ, മാൽ പ്രസന്റേഷൻ, ലോ ബർത്ത് വെയിറ്റ്, പോസ്റ്റ്മോർട്ടം ഹെമറേജ്, സ്റ്റിൽ ബർത്ത്, അങ്ങനെ എല്ലാ കോംപ്ലിക്കേഷൻസും ഉണ്ടാക്കാം കേട്ടോ പ്രഗ്നൻസിയിൽ. ഫീറ്റസിലാണെങ്കിൽ എന്തുവാ, ഡെഫ്നെസ്, ന്യൂറോ ഡെവലപ്മെന്റൽ ഡിലേ, സ്റ്റണ്ടഡ് ഗ്രോത്ത്, പെരിപാർട്ടം ഹൈപ്പോക്സിയ, നിയോനേറ്റൽ മോർട്ടാലിറ്റി, ഇതൊക്കെയാണ് ഇഫക്ട്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രഗ്നൻസിയുടെ ടൈമിൽ ഞാൻ പറഞ്ഞു TSH ഇത് നോക്കിയാൽ മതി. TSH 2.5 to 5 ആൻഡ് AMA പോസിറ്റീവ് ആണെങ്കിൽ മാത്രം നമ്മൾ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്താൽ മതി. നമ്മൾ എപ്പോഴും ആന്റിബോഡീസ് ഉണ്ടോ എന്ന് നോക്കണം. ഓക്കെ, പിന്നെ ഇതൊക്കെ പറ. ഇത് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡ് ഹൈപ്പർ ആണോ,
ഇത് നോക്കണ്ട, സോറി, എടുത്തപ്പോ മാറിപ്പോയി. ഇതൊക്കെ നമ്മൾ കണ്ടല്ലേ. ഇത് നമ്മുടെ ക്രെട്ടിനിസം, കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസത്തിന് പറയുന്നതാണ് ക്രെട്ടിനിസം എന്ന്. കാരണം കൺജനൈറ്റൽ ഹൈപ്പോതൈറോയിഡിസം ഇനിഷ്യലി കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്ത് പറ്റും, ഡെവലപ്മെന്റൽ ഡിലേ ഒക്കെ ഉണ്ടായി ഒരു കൊച്ചു പ്രസന്റ് ചെയ്യുമല്ലോ, അതിനെയാണ് നമ്മൾ ക്രെട്ടിനിസം എന്ന് പറയുന്നത്. രണ്ടും സെയിം തന്നെയാണ്. കണ്ടോ, മിക്സ്ഡ് മാറ്റസ് ക്രെട്ടിനിസം. കൊച്ചു ഇങ്ങനെയൊക്കെ ആയിപ്പോ. പിന്നെ ഇതാണ് സൈൻസ് ആൻഡ് സിംറ്റംസ് ഓഫ് ഹൈപ്പോതൈറോയിഡിസം. ഒന്നുകൂടെ പറയുവാണെങ്കിൽ ജനറൽ ആയിട്ട് ഫറ്റീഗ്, ഫീലിംഗ് കോൾഡ്, വെയിറ്റ് ഗെയിൻ, ഹെയർ ലോസ്, ലങ്സിൽ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത്, പ്യൂറൽ എഫ്യൂഷൻ, സ്കിന്നിൽ പാരസ്തീഷ്യ, മിക്സെഡിമ, ഇന്റസ്റ്റൈൻ കോൺസ്റ്റിപ്പേഷൻ, അസൈറ്റിസ്, സൈക്കോളജിക്കലി പുവർ മെമ്മറി ആൻഡ് കോൺസെൻട്രേഷൻ, പുവർ ഹിയറിംഗ്, പാരൻസിന്റെ ഹോസ്നെസ്, ഹാർട്ട്, സ്ലോ പൾസ് റേറ്റ്, പെരിക്കർഡൽ എഫ്യൂഷൻ, പിന്നെ ഡിലേഡ് റിഫ്ലെക്സ് റിലാക്സേഷൻ. ഓക്കെ, അനീമിയ ഉണ്ടാവും പറഞ്ഞു, ഇത് നമ്മൾ പറഞ്ഞു, ഇതൊക്കെ പറഞ്ഞതാ. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. Okay, thank you. Thank you. Thank you.